രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പരാമർശത്തിൽ ശ്രീനാദേവിയുടെ വിശദീകരണം തൃപ്തികരമെന്ന് DCC. തുടർ പരാമർശങ്ങളിൽ പാർട്ടി തീരുമാനമെടുക്കും. വിനു മോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനു, എങ്ങനെയാണ് DCC പ്രതികരിക്കുന്നത്? നിമിഷ്, ശ്രീനാദേവിയോട് വിശദീകരണം ചോദിച്ചിരുന്നത് ആദ്യത്തെ പരാമർശിച്ചതായിരുന്നു. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയിരുന്നു. അതിലാണ് DCC വിശദീകരണം തേടിയത്. അതിലെ മറുപടി തൃപ്തികരമാണ് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറയുന്നത്. വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടായിരുന്നു, കുടുംബപരമായ ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് പിന്തുണ നൽകിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് ശ്രീനാദേവി DCCക്ക് കൊടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനുശേഷം ചില യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞവരെ ആക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ശ്രീനാദേവി നടത്തിയിരുന്നു. അത് പാർട്ടി ആലോചിക്കും. ഔദ്യോഗികമായി ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നുകൂടി DCC പ്രസിഡന്റ് പറഞ്ഞു. പക്ഷെ അതേസമയം ശ്രീനാദേവി കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് കാട്ടി ഒരു വിഭാഗം ജില്ലാ നേതാക്കൾ DCCക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നുണ്ട്. DCCക്ക് മാത്രമല്ല KPCC നേതൃത്വത്തിനടക്കം ശ്രീനാദേവി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് എന്ന് കാട്ടിക്കൊണ്ട് പരാതി നൽകാനുള്ള ഒരു നീക്കം കൂടി ശ്രീനാദേവി നൽകിയ മറുപടി തൃപ്തികരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീനാദേവി അതിന് മറുപടി നൽകേണ്ട കാര്യമില്ല. കാരണം ശ്രീനാദേവി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു മറുപടിയുടെ അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ മനസ്സിലാകുമെന്നുള്ളതാണ്. ശ്രീനാദേവി ലൈവിൽ പറഞ്ഞതും അത് കഴിഞ്ഞ് യൂട്യൂബ് ചാനലിൽ പറഞ്ഞതും ഒക്കെ ഒരേ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലൊന്നും എവിടെയും ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങളുമില്ല, ആക്ഷേപങ്ങളുമില്ല. അങ്ങനെ വരുത്തി തീർക്കാൻ കേരളത്തിലെ മാപ്രകൾക്ക് വലിയ താല്പര്യമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരുവിധ അധിക്ഷേപങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ല. സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും ഉണ്ടാവുന്ന ചോദ്യങ്ങൾ അത് ശ്രീനാദേവി തുറന്നു ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മാധ്യമങ്ങൾക്ക് ഇത്ര കുരുപൊട്ടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ശ്രീനാദേവി എന്താണ് അന്ന് ലൈവിലൂടെ പറഞ്ഞത്? അത് കഴിഞ്ഞ് യൂട്യൂബ് ചാനലുകളോട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. നമ്മളതിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തതാണ്. ശ്രീനാദേവി ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ് തിങ്, തേർഡായിട്ടും ഒരിക്കലും ഒരു പരാതിക്കാരെയും ആക്ഷേപിച്ചില്ല. ശ്രീനാദേവി പല ചോദ്യങ്ങളും ചോദിച്ചതും 24 മണിക്കൂറിൽ ദുരനുഭവമായി ഉണ്ടായി എന്ന് പറഞ്ഞതും അത് കഴിഞ്ഞ് 24 മാസത്തോളം സീക്രട്ട് ചാറ്റിലേക്ക് വാ, ടെലഗ്രാം സീക്രട്ട് ചാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞ് രാഹുലിനെ വിളിച്ചു കൊണ്ടുപോയി തുറന്നു കാണിച്ചതുമൊക്കെ അത് പരാതിക്കാരിയെക്കുറിച്ചല്ല പറഞ്ഞത്. അത് പറഞ്ഞത് ഞാനാണ് ഹോൾസെയിൽ സംരക്ഷക, ഹോൾസെയിൽ തന്ത എന്ന് തള്ള എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടന്ന നടിയെക്കുറിച്ചാണ്. നടി എന്നുള്ളത് ബ്രാക്കറ്റിൽ വിത്ത് ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയുള്ള ഒരു പ്രയോഗമാണ്. ഓക്കെ, ബ്രാക്കറ്റിൽ വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ സിനിമ നടിയാണ് എന്ന് ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ സിനിമ നടിയാണെന്ന്. അല്ലേ? എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിൽ ഈ സിനിമ നടിയെ കണ്ടിട്ടുണ്ടോ? ആ സിനിമ നടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഈ സിനിമാ നടിയെ കാണാൻ തുടങ്ങിയത്? ഓഗസ്റ്റ് 20 വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഞാൻ സിനിമാ നടിയാണെന്ന് പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തി രാഹുലിനെതിരെ പുകപടലങ്ങൾ, ആരോപണങ്ങൾ, വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ അതുവരെ ഈ സിനിമാ നടി ഒരു സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല. അതിന് ശേഷവും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷവും നമ്മൾ കണ്ടിട്ടില്ല, അതിന് മുൻപും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സിനിമാ നടിയാണെന്നാണ് പറയുന്നത്. ഇനി വല്ല ബ്ലൂ ഫിലിമിലും അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ ഈ സിനിമാ നടി എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ അങ്ങനെ ബ്ലൂ ഫിലിം അല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ അതൊക്കെ എല്ലാം നോർമലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ കാറ്റഗറികൾ ഇപ്പോൾ ഇല്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ തിയേറ്ററുകളിൽ റിലീസാവുന്ന TV ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു സിനിമയിലും ഞാൻ ഈ നടിയെ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നുവരെ കണ്ടില്ല. ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന വ്യക്തിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ആരൊക്കെ അഭിനയിക്കുന്നു, ആര് സംവിധാനം ചെയ്യുന്നു, ആരാണ് നായകൻ, ആരാണ് നായിക, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല.
അപ്പോൾ നിങ്ങൾ എന്നോടിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഏതാണ് റിലീസ് പടം കണ്ടതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് എനിക്ക് ചിലപ്പോൾ പറയാൻ കഴിയില്ല. മേ ബി 1 വർഷം മുമ്പുള്ള പടങ്ങളായിരിക്കാം. അപ്പോൾ അതൊന്നും കൃത്യമായിട്ട് ചിലപ്പോൾ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ കളങ്കാവലിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, അതിൽ ഈ നടിയില്ല എന്ന്. ഇനി അതല്ല, ഇപ്പോൾ മറ്റൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഏത് സർവം മായ, അതിൽ ഈ നടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയും. നിവിൻ പോളിയുടെ സിനിമ, മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പോൾ ഏറ്റവും അതിനുശേഷം മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോളിൽ വരുന്നത് പോലെ വരുന്ന ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നമ്മുടെ വൈശാഖ് നായർ, അതുപോലെ അർജുൻ അശോകനൊക്കെയുള്ള സിനിമ. അതിലും ഈ നടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ നടിയെ എവിടെ കണ്ടു എന്ന് ചോദിച്ചാൽ ഇനി മേ ബി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാണാത്ത ഏതെങ്കിലും ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചൊരു നടിയായതാണോ എന്നും അറിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം. എന്നാലും ആ നടിയെക്കുറിച്ചാണ് ശ്രീനാദേവി പറഞ്ഞത്. ആ നടിയാണ് 24 മണിക്കൂറിൽ എനിക്ക് ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം ഉണ്ടായി 24 മണിക്കൂർ വാസ് ദ ഫസ്റ്റ് കോൺവെർസേഷൻ, അല്ലേ? അങ്ങനെയാണല്ലോ പറയുന്നത്. ആദ്യ അനുഭവം അത് തന്നെ ദുരനുഭവമായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞില്ല. ആ ഫസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞുള്ള പിന്നീട് തുടർന്ന് വന്നിരിക്കുന്ന 24 മാസങ്ങളും കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നായിരുന്നു ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെലഗ്രാം സീക്രട്ട് ചാറ്റിൽ എന്തായിരുന്നു നടന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇന്ന് വരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് ശ്രീനാദേവി പറഞ്ഞത്. അപ്പോൾ ഈ ഹോൾസെയിൽ തള്ളയെക്കുറിച്ചാണ് ശ്രീനാദേവി പറഞ്ഞത്. ശ്രീനാദേവി പറഞ്ഞതിൽ ഒരു പരാതിക്കാരിയെയും എവിടെയും അധിക്ഷേപിച്ചിട്ടില്ല, ആരെയും എവിടെയും അധിക്ഷേപിച്ചിട്ടില്ല. ഇവൻ ശ്രീനാദേവി പോലും ഒരു അർത്ഥത്തിൽ പറയുന്നുണ്ട്, എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് സന്ദർശിച്ചിരുന്നോ എന്ന് അതിന് ശേഷം ചോദിക്കുമ്പോൾ. കാരണം രാഹുൽ മാങ്കൂട്ടിൻ്റെ ഫാമിലിയും തൻ്റെ വോട്ടർമാരാണ്. രാഹുലിന് ഇപ്പോൾ ഇല്ല, കാരണം രാഹുലിൻ്റെ വോട്ട് പാലക്കാട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ വോട്ടൊക്കെ തൻ്റെ വോട്ടർമാരാണെന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് സന്ദർശിച്ചിരുന്നോ, അമ്മയെ പോയി കണ്ടിരുന്നോ, സഹോദരിയെ പോയി കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനാദേവി പറയുന്നുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്തം തനിക്കുള്ളതുകൊണ്ട് താൻ അവിടെ പോയിട്ടില്ല എന്ന് ശ്രീനാദേവി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനാദേവി എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നത് ഞാൻ കണ്ടില്ല. ശ്രീനാദേവി സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ചോദ്യങ്ങളാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കാരണം ശ്രീനാദേവി ആ ചോദ്യങ്ങൾക്ക് മുൻപൊക്കെ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ട പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചില്ല. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴ്ച പറ്റി, കോൺഗ്രസ് എടുത്ത നടപടികൾ വളരെ മാതൃകാപരമായ നടപടികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ നടക്കുന്ന വേട്ടയാടലുകളെ ശ്രീനാദേവി ചോദ്യം ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ നടത്തുന്ന ഈ പേപ്പട്ടി കുരക്കും പോലെയുള്ള കുരയെ ശ്രീനാദേവി ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനാണ് കേരളത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ഹോൾസെയിൽ തള്ള എന്ന് അവകാശപ്പെടുന്നവരെയും ശ്രീനാദേവി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ശ്രീനാദേവി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ഒരു ഭാഗവും നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. കാരണം എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ എല്ലാ ക്ലിപ്പുകളും. ശ്രീനാദേവി ലൈവിൽ സംസാരിച്ചതിൻ്റെ അത് എനിക്ക് കേൾപ്പിക്കുന്നില്ല, കാരണം ഞാനത് ഓൾറെഡി നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞതാണ്. ശ്രീനാദേവി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൻ്റെ ഒക്കെ ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. എവിടെയും ശ്രീനാദേവി ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെയും പിന്തുണക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത് മറ്റുള്ളവർക്കും കാണാൻ കഴിയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ ഒരു പരാതിക്കാരിയെയും ശ്രീനാദേവി അധിക്ഷേപിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു പലപ്പോഴും മാധ്യമങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ, മീൻസ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടാൽ, ഇതിപ്പോൾ എന്താ പറയുന്നത്, പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങണം. അണ്ണാക്കിൽ തട്ടാൻ പോലും പാടില്ല. വായലൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അണ്ണാക്കിൽ പോലും കൊള്ളാത്ത രീതിയിൽ നമ്മുടെ
സ്റ്റൊമക്കിലേക്ക് എത്തുന്ന രീതിയിൽ, അന്നനാളത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മളങ്ങ് വിഴുങ്ങിക്കൊള്ളണം. ആരും മറു ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അധിക്ഷേപമാണ്, അപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്, വലിയ 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 പ്രശ്നങ്ങളാണ്, അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ തിരിച്ചവരോട് പറയും. കാരണം ഗഡ്സ് ഇല്ലാത്തവർ അത് ചോദിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ ഫെനി നെയ്നാൻ ഒരു സ്ക്രീൻഷോട്ട് പുറത്ത് വിട്ടപ്പോൾ അതിൻ്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇറങ്ങി നടന്നത്. അതേ സമയത്ത് ഈ പറയുന്ന പരാതിക്കാരികൾ പല സ്ക്രീൻഷോട്ടുകൾ പുറത്ത് വിട്ടപ്പോൾ ആർക്കും ഒരു ആധികാരികതയും പരിശോധിക്കേണ്ട. ഇനി പരാതിക്കാരില്ലാത്ത സമയത്തും പല സ്ക്രീൻഷോട്ടുകളും പുറത്ത് വന്നപ്പോൾ അതിൻ്റെ ആധികാരികതയും ആർക്കും പരിശോധിക്കേണ്ട. ഫെനി നെയ്നാൻ പുറത്ത് വിടുമ്പോൾ ആധികാരികത പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കാൻ, അത് സത്യമല്ല, നുണയാണെന്ന്, വ്യാജമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമം. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു തെളിവെടുപ്പ് തിരുവല്ലയിലെ ഹോട്ടലിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഹോട്ടൽ രജിസ്റ്ററിൽ ആരുടെയൊക്കെ പേരുകളാണുള്ളത്? ഉള്ള ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ആ പേര് പറഞ്ഞിട്ട് ഇനി കുഴപ്പം വേണ്ട. പക്ഷേ ആ ഹോട്ടൽ രജിസ്റ്ററിൽ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരില്ല, അല്ലേ? ആ ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരില്ല. ഈ 408 മുറിയാണ് ഈ പരാതിക്കാരി ബുക്ക് ചെയ്തിരിക്കുന്നത്. പരാതിക്കാരിയുടെ പേരിൽ തന്നെയാണ് ആ ഹോട്ടൽ രജിസ്റ്ററിൽ റൂം ബുക്ക് ചെയ്തിട്ടുമുള്ളത്. അപ്പോൾ കോടതിക്ക് മുന്നിൽ എന്താ വേണ്ടത്? ആ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടം വന്നതിന് തെളിവായിട്ട് എന്ത് വേണം? ഹോട്ടൽ രജിസ്റ്റർ വേണം. യുവതി ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിന് തെളിവുണ്ട്. എന്താണ്? ഹോട്ടൽ രജിസ്റ്റർ. ഇപ്പോൾ ഒരു മെറ്റീരിയൽ എവിഡൻറ്റ് വേണം. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് തെളിയിക്കാനുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസും ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ഈ തെളിവെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമല്ലേ? എന്തേ നമ്മുടെ കേരളത്തിലെ മാപ്രകളൊന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. പക്ഷേ ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇറങ്ങിയ കോടതി ഉത്തരവിൻ്റെ 14-ാമത്തെ പേജിൽ പറയുന്നു, ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുവാനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ലതാനും ഇത് ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഈ വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? എന്താ കാണാത്തത്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആരും ഒന്നും ചോദിക്കരുത്. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പരാതി കേൾക്കുമ്പോൾ, മനസാക്ഷി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് നിങ്ങൾ ഉച്ചത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ മാപ്രകളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്.